welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. ഇന്ന് നമുക്ക് പാഷൻ ഫ്രൂട്ട് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 3 പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് അരിച്ചോ അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചിട്ട് അരിച്ചോ എങ്ങനെ വേണമെങ്കിലും അതിൻ്റെ ജ്യൂസ് നമുക്ക് എടുക്കണം. ആദ്യം അത് നമുക്ക് ചെയ്ത് വയ്ക്കാം. ഏകദേശം 1/2 കപ്പ് ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളിയാണ്. പാഷൻ ഫ്രൂട്ടിന് ഒത്തിരി പുളിയുള്ളതാണെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കുറയ്ക്കുക, വാളംപുളിയുടെ അളവ് കുറച്ച് വയ്ക്കുക. അത് നന്നായിട്ട് വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്. 1 സ്പൂൺ വെളുത്തുള്ളി ചതച്ചതും ഒരു 2 ടീസ്പൂണോളം ചുവന്നുള്ളി ചതച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിനകത്തേക്ക് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഒരു 1/2 ടീസ്പൂണോളം ഉലുവ ചേർത്ത് കൊടുക്കാം. ഉലുവ ചൂടായി വരുമ്പോഴേക്കും അതിനകത്തേക്ക് 1 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടിക്കഴിയുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി മൂത്ത് വരുമ്പോഴേക്കും അതിനകത്തേക്ക് ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് വാടി വന്നതിന് ശേഷം അതിനകത്തേക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ ഒരു 3/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുക. തീ നന്നായിട്ട് കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട്. പൊടികൾ മൂത്ത് വരുമ്പോഴേക്കും ഇതിനകത്തേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന വാളംപുളിയും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യമായത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 2.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 കപ്പ് വരെ ആയാലും കുഴപ്പമില്ല. അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു രസം കിട്ടും. ഇനി നിങ്ങൾക്ക് സ്ട്രോങ് ആയിട്ടുള്ള രസം വേണ്ടാന്നുണ്ടെങ്കിൽ വെള്ളം കൂടുതൽ ചേർക്കാം. എന്നിട്ട് അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. നന്നായിട്ട് തിളച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് കൂടെ അങ്ങനെ തന്നെ വെച്ചേക്കുക. നന്നായിട്ട് തീ കൂട്ടി തന്നെ തിളപ്പിക്കുക. അപ്പോഴേക്കും ആ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് കലങ്ങി കിട്ടും. അവസാനം നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടുള്ള അടിപൊളി പാഷൻ ഫ്രൂട്ട് രസം റെഡി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.